നിങ്ങൾ വിചാരിക്കും പോലെ വടക്കോട്ടോ തെക്കോട്ടോ വായും മുഖമുള്ള ഒരു ഗുഹയിലാണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് കേൾക്കുന്നുദിക്കുമ്പോ ഒരു ഭാഗത്ത് വലത്തേ ഭാഗത്തു കൂടിയും അടിഞ്ഞാറ് അസ്തമിക്കാൻ പോകുമ്പോൾ ഇടത്തേ ഭാഗത്തു കൂടിയല്ല. ദാലിക മിൻ ആയാത്തില്ലാ, അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണത്. കൊച്ചു മനുഷ്യന്മാരായ 7 വ്യക്തികൾക്ക് വേണ്ടി ഈ ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് വലിപ്പമുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട അത്ഭുതമായ സൂര്യഗോളം ഈ ചെറിയ 6 അല്ലെങ്കിൽ 7 വ്യക്തികൾക്ക് വേണ്ടി ഗതിമാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യന്റെ ഗതി മാറ്റാൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കറാമത്തിന് സാധിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ദാലിക മിൻ ആയാത്തില്ലാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതിലും വലിയ ദൃഷ്ടാന്തം എന്താ? ഔലിയാക്കന്മാര് അഹ്മദുൽ കബീർ റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി ദപ്പ് മുട്ടിക്കൊണ്ട് കഅബൻ തവാഫ് ചെയ്യുമ്പോൾ മക്കക്കാര് പറഞ്ഞു ഈ മുട്ടും കൂത്തുവൊന്നും ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞപ്പോ റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ദപ്പ് ചുമരില് അവിടെ തൂക്കിയിട്ടു. എന്നാ നോക്കട്ടെ, എനിക്ക് ദപ്പ് മുട്ടിക്കൊണ്ട് കഅബ തവാഫ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കഅബ എന്നെ തവാഫ് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്ക് കഅബ ഇളകാൻ തുടങ്ങിയ. അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കാന്നല്ലാതെ അള്ളാന്റെ റസൂല് അതിലും വലിയ ആളുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തവാഫിന് എന്നിട്ട് കഅബ ഇളകിക്കാണ്ട് തവാഫിന് ഇങ്ങോട്ട് വന്നിട്ടില്ല, നബി തങ്ങൾ അങ്ങോട്ട് തവാഫ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് വലുതാക്കാൻ നടക്കണ്ട. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി കിഴക്കോട്ടും പടിഞ്ഞാട്ടും സൂര്യൻ തെറ്റിക്കൊടുത്തുണ്ടെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞണോ? മേഘക്കോടുണ്ടായിരുന്നു എന്ന് ചരിത്രമുണ്ട്, അതെന്നെ ഇവർക്ക് വിശ്വസിക്കാൻ പ്രയാസ. അതേ സമയത്ത് ഖുർആനാണ് പറയുന്നത് ഈ മഹാന്മാർക്ക് വേണ്ടി സൂര്യൻ ഗതി മാറി സഞ്ചരിച്ചു കൊടുക്കുന്നു. അവിടെ എത്തുമ്പോൾ ഗതി മാറി ഒഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് അത് അസാധ്യമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മഹത്വം, അള്ളാഹു തആല അവരെ സംരക്ഷിക്കുന്ന രീതി അള്ളാഹു ലോകത്തിന് മുമ്പിൽ അത്ഭുതമായി എടുത്തു പറയുന്നു. ദാലിക മിൻ ആയാത്തില്ലാ, അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തമാണ് സൂര്യനെ ഗതിമാറ്റ. എന്ത് സൂര്യൻ മാത്രം കഴിഞ്ഞാ ഇനി ഇപ്പുറത്ത് വരിങ്ങള് അതേ സൂറത്തുൽ കഹ്ഫ് എന്തൊക്കെ അത്ഭുതം പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞില്ലേ, ഔലിയാക്കന്മാർ ഉദ്ദേശിക്കുന്നതും അള്ളാഹു ഉദ്ദേശിക്കുന്നതും രണ്ടും ഒന്ന് തന്നെയാവുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അവരുടെ കറാമത്തിന്റെ പദവി എന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ഒരിക്കൽ കൂടി വരും. മഹാനായ ദുൽഖർനൈൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു ചക്രവർത്തിയാണ്. ഔലിയാക്കന്മാർ എല്ലാ പദവിയിലും ഉണ്ടാകൂ. ചക്രവർത്തിമാരിൽപ്പെട്ട ഒരു ലോക ചക്രവർത്തിയാണ്. അതോടുകൂടി അള്ളാഹു ആദരിച്ച മഹാനായ വലിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ. ഖുർആനല്ലേ, തിരുത്താൻ കഴിയോ? എന്താ പറയാ? ആതൈനാഹു, ദുൽഖർനൈൻ എന്ന് പറയുന്ന വലിയായ മഹാനായ ചക്രവർത്തിക്ക് നാം നൽകിക്കഴിഞ്ഞു മിൻ കുല്ലി ഷൈഇൻ സബബാ, അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളുടെയും കാരണങ്ങളെ അദ്ദേഹത്തിന് ഞാൻ കീഴ്പ്പെടുത്തി കൊടുത്തു കഴിഞ്ഞു. ഈ ലോകം കാരണങ്ങളുടെ ലോകമാണ്, അറിയാമല്ലോ. മുസബ്ബിബുൽ അസ്ബാബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യകാരണ സഹിതം കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതാണ് സാധാരണ ലോകക്രമം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചാൽ വിശപ്പ് ദാഹം മാറും, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, കത്തിയെടുത്ത് അതുകൊണ്ട് അറുത്താൽ മുറിയും, അതുപോലെ തന്നെ തീയിലേക്ക് ചാടിയാൽ കരിയും. ഇതൊക്കെ സാധാരണ കാരണങ്ങളാണ്. കരിയാനൊരു കാരണമാണ് തീ, മുറിക്കാനൊരു കാരണമാണ് കത്തി, അതുപോലെ തന്നെ വിശപ്പ് മാറാനൊരു കാരണമാണ് ഭക്ഷണം, ദാഹം മാറാനുള്ള കാരണമാണ് വെള്ളം. ഇതൊക്കെ കാരണങ്ങളാണ്. പക്ഷെ ഈ കാരണം അല്ലാഹു തആല ഒരു വ്യക്തിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തെങ്കിലോ പിന്നെ അവൻ ഈ കാരണത്തിലൂടെ കാര്യങ്ങളിലെത്തുക എന്ന് പറയുന്ന സാധാരണ ഈ ലൈനിൽ നിന്നിട്ട് മാറി ഖർഖുൽ ആദത്ത് എന്ന് പറയുന്ന കറാമത്തിന്റെ വസ്തുതത്വം അവിടെ കാരണമല്ല, ബന്ധമില്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാണ് കാര്യം അദ്ദേഹത്തിന് കാരണങ്ങൾ കീഴ്പ്പെടുത്തി കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചു. അല്ലാഹു തആല പറയാ, സൂറത്തുൽ കഹ്ഫ് എല്ലാവർക്കും അറിയുന്ന സൂറത്തായതുകൊണ്ട് കൂടുതൽ ആയത്തിന്റെ എണ്ണം പറയാഞ്ഞാൽ തന്നെ നമുക്കൊക്കെ തീരും. എങ്കിലും ആട്ടെ, പറഞ്ഞുകൊണ്ട് പറയാ, ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള്, ഭൂമിയിൽ അദ്ദേഹത്തിന് നാം ആധിപത്യം നൽകി. വആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകി മിൻ കുല്ലി ഷൈഇൻ സബബാ, ഈ ഭൂമിയിൽ മൊത്തം കൊടുത്ത ആധിപത്യം അത് നടപ്പാക്കാൻ വേണ്ട എന്തൊക്കെ കാരണങ്ങളാണോ ആ കാരണങ്ങളെ മുഴുവനും അദ്ദേഹത്തിന് അധീനപ്പെടുത്തി കൊടുത്തു.
ഇപ്പൊ കാര്യകാരണ ബന്ധമില്ലാതെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കാര്യങ്ങളുടെ കാരണങ്ങളെ അദ്ദേഹത്തിന് നിയന്ത്രണ വിധേയമാക്കി കൊടുത്തു. ഫഅത്ബഅ സബബ. അങ്ങനെ അദ്ദേഹം ഒരു മാർഗത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. ഇന്നത്തെ നിലക്കാണെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും. എങ്ങനെ? ഇന്നത്തെ ഫൈറ്റർ വിമാനങ്ങളും ജെറ്റ് വിമാനങ്ങളും മറ്റുമൊക്കെ എത്രയോ ശബ്ദത്തിന്റെ സ്പീഡിനെക്കാട്ടിലും ഇരട്ടി സ്പീഡിൽ ഓടുന്ന വാഹനങ്ങൾ ഇന്നുണ്ട്. അന്ന് കുതിരയോട്ടവും അല്ലാതെ ഒരു സൗകര്യവുമില്ല. ആ സമയത്ത് അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? കിഴക്കും പടിഞ്ഞാറും, അതായത് ഭൂമിയുടെ അർദ്ധഗോളം, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും സ്ഥലം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നേരെ പകുതി ഭാഗം, അർദ്ധഗോളത്തിന്റെ 4 ഭാഗവും അദ്ദേഹം സഞ്ചരിച്ചെത്തി അവിടെയുള്ള ജനങ്ങളുടെ മുഴുവനും വിവരങ്ങൾ അന്വേഷിച്ചറിയുകയും അവിടെയൊക്കെ അള്ളാഹുവിന്റെ പുണ്യമായ ദീനിന്റെ തൗഹീദിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും അനീതിയും അക്രമങ്ങൾ അടിച്ചമർത്തുകയും ലോകത്തിന് അസാധ്യമെന്ന് ഊഹിച്ചിരുന്ന യജൂജ് മൗജൂജിന്റെ പ്രവേശനവും അക്രമവും തടഞ്ഞു നിർത്താൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ സദ് എന്ന ഒരു ബണ്ട് കെട്ടി ഈ യജൂജ് മൗജൂജിന്റെ പ്രവേശനം തടയാനും അള്ളാഹു സുബ്ഹാനഹു തആല നൽകി. ഈ കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ പോയിട്ട് ഭൂമിയുടെ അർദ്ധഗോളം ഉദയ അസ്തമയത്തിനിടയിലുള്ള ഭാഗങ്ങളും തെക്ക് വടക്ക് അതിർത്തികളും അതിന്റെ ഇടയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും സഞ്ചരിക്കുക എന്നത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധ്യമായ കാര്യമാണ്. പക്ഷേ നിമിഷങ്ങളെ കൊണ്ട് ഇത് സാധിച്ചുകൊണ്ട് അവസാനം അവിടെയും നിൽക്കാതെ ലാസ്റ്റ് അദ്ദേഹം പറയുന്നു, ഈ കെട്ട് പൂർത്തിയാക്കി അതിന്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ അദൃശ്യജ്ഞാനം കൊണ്ട് അദ്ദേഹം പറയാണ്, ഇദാ ജാ വഅദു റബ്ബി ജഅലഹു ദക്കാ വകാന വഅദു റബ്ബി ഹഖാ. ഇന്ന് ഞാൻ ഒരിക്കലും തുളച്ചു കിടക്കാനോ കേറി മറികടക്കാനോ കഴിയാത്ത നിലക്കുള്ള ഈ കെട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകാവസാനം വരെ നിലനിൽക്കുമെന്ന്. ഇദാ ജാ വഅദു റബ്ബി, യജൂജ് മൗജൂജ് ജനങ്ങൾക്കിടയിൽ പ്രവേശിച്ച് കുഴപ്പമുണ്ടാക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം ആകുമ്പോൾ ജഅലഹു ദക്കാ വകാന വഅദു റബ്ബി ഹഖാ, ഈ കെട്ട് തകർന്ന് തരിപ്പണമായി പോകും. അതിലൂടെ അവർ കടന്നു വരികയും ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, അതിന് മാറ്റം വരാനില്ല. നബിയല്ല, വലിയായ അദ്ദേഹം ഈ കെട്ടിയ ഇരുമ്പ് കൊണ്ടും ഈയമൊരുക്കി വെച്ചുകൊണ്ടും നിർമ്മിച്ച ഈ വൻഭിത്തി തകർന്ന് തരിപ്പണമാവുകയും അവരെ മറികടന്നു വന്നുകൊണ്ട് ഇവിടെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ള കാര്യം നേരത്തെ മുൻകൂട്ടി അദ്ദേഹം പ്രവചിക്കുന്നു. വളരെ കൃത്യമായ പ്രവചനം. അപ്പോ കാരണങ്ങൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ഏതൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ടില്ല, ആവശ്യമുള്ളതൊക്കെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കാരണങ്ങൾ കീഴ്പ്പെടുത്തി കൊടുക്കലുണ്ട് എന്നത് ശരിയാണല്ലോ. ഇത് വെച്ചുകൊണ്ട് നോക്കുമ്പോ ഏഷ്യാനെറ്റുകാർ ഉണ്ടാക്കിയ ഒരു പണിയുണ്ട്. ഇപ്പോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. അതിലേതോ ഒരു വടകരോ മറ്റോ ഉള്ള ഒരു തങ്ങളെ നേതൃത്വത്തിൽ കുത്താറാത്തീപ് നടക്കുന്നത്രേ. അത് അത്ഭുതങ്ങൾ നമുക്ക് കാണുന്നുണ്ട് അവർ ചെയ്യുന്നത്. എന്നിട്ട് പുതിയ പഴയ ചില മദനിമാരൊക്കെ അത്ഭുതപ്പെടുക, ഇപ്പോഴും നമ്മളൊക്കെ എത്ര കാലം ഈ തൗഹീദും ദീനും പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ജാതിയൊക്കെ ബാക്കിയുണ്ടോ എന്ന് അത്ഭുതപ്പെടുന്നിടത്ത് നിങ്ങൾ ആരും അത്ഭുതപ്പെടുക. അതെന്താ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ സാധിക്കുമോ? ആളുകളുടെ ഇഷ്കാല് ആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ എന്ന് അല്ലാഹു തആല പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ അത് ഖുർആന്റെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ലല്ലോ. എങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് കാരണങ്ങളെ കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നൊരവസ്ഥയുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കത്തിക്ക് മുറിക്കാനുള്ളത് എന്ന കഴിവ് സ്വന്തം അള്ളാഹ് കൊടുത്തിട്ടില്ല. കത്തി ഉപയോഗിക്കുമ്പോൾ മുറിയുക എന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നതാ. കത്തി കേവലം കാരണമാണ്. തീയിൽ ചാടിയാൽ കരിയുക എന്നത് കേവലം തീ ഒരു കാരണം മാത്രമാ. തീക്ക് കരിക്കാനുള്ള കഴിവിൽ അള്ളാഹ് കൊടുത്തെങ്കിലേ കരിയൂ. അതുകൊണ്ട് കത്തി കൊണ്ട് കുത്തല് മാത്രമല്ല, ദിക്ർ ചൊല്ലി നിക്ഷബന്തി തരീഖത്തുകാരൊക്കെ ഇന്നും ചെയ്യുന്നു. ചുറ്റുപാ വലിയ തീക്കുണ്ടാരമുണ്ടാക്കി ആളിക്കത്തി അതിൽ കണൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ കുണ്ടാരത്തിന്റെ ചുറ്റും നിന്ന് ദിക്ർ ചൊല്ലി ദിക്റിന്റെ ഒരു പ്രത്യേക അവസ്ഥയെത്തുമ്പോൾ കൂട്ടത്തോടെ ആ അഗ്നികുണ്ടാരത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയും അവിടെ വെച്ച് അത് കെട്ട് അണഞ്ഞു പോകുന്നത് വരെ നിന്ന് ദിക്ർ ചൊല്ലുകയും ചെയ്തിട്ട് ഒരിക്കൽ പോലും അവരുടെ കാലിന് ഒരു രോമം കരിഞ്ഞ ചരിത്രം കേട്ടിട്ടില്ല. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, ജാലവിദ്യയാണോ മേജിക്കാണോ എന്നൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല. ആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ,
ആവശ്യമുള്ള മഹാന്മാർക്ക് ആവശ്യമുള്ള കാരണങ്ങളെ കീഴ്പ്പെടുത്തുക എന്നത് അള്ളാഹുവിന്റെ സുന്നത്താണ്. അതിന് നിങ്ങൾ ചോദ്യം ചെയ്യാൻ പോകണ്ട. അള്ളാഹു ആർക്കെങ്കിലും മുറിക്കുന്ന കത്തിയുടെ കാരണം കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ചാൽ മുറിയില്ല. തീയാവുന്ന കാരണത്തെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തീ ഉപയോഗിച്ചാൽ കരിയില്ല. ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്നു. എന്തുകൊണ്ട്? വെള്ളത്തിലിറങ്ങിയാൽ താഴുപോലാണ്. പക്ഷേ അതൊരു കാരണം മാത്രമാണ്. താഴാൻ അള്ളാഹു അനുമതി കൊടുത്തെങ്കിലല്ലേ താവൂ, ഇല്ലെങ്കിൽ താവില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വിശ്വസിച്ചാൽ നിങ്ങൾ കൂടെ അധികം ഒന്നും പോകണ്ട. ഓരോന്നും ഞാൻ എണ്ണി പറയുന്നില്ല. മതിയല്ലോ, ബുദ്ധിയുള്ളവരും മനസ്സിലാകാൻ കുറച്ച് മതി. ബുദ്ധിയില്ലാത്തവരോട് കുറെ അധികം പറഞ്ഞതുകൊണ്ട് പ്രത്യേക കാര്യങ്ങളൊന്നും കിട്ടാനുമില്ല. ഇങ്ങനെയാണ് ഖുർആന്റെ ഈ വിഷയത്തിലുള്ള വീക്ഷണം. ഇനിയും ഇതുമായി സംബന്ധമായ ഖുർആനിൽ ധാരാളം പറഞ്ഞിട്ടുണ്ടാട്ടെ. ഇനി കറാമത്തുകൾ. ഇനി വേറെ വലിയൊരു കേസുണ്ട്. ഔലിയാക്കന്മാര് 40 തടിയാവും എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. 40 400 4 എത്രയോ ആട്ടെ, ഒരേ സമയത്ത് ഒരു വ്യക്തിയെ ഒന്നിലധികം വ്യക്തികളായി വ്യക്തമായി കാണുക എന്നത് ഖുർആന്റെ ഈ ഖുർആൻ പഠിക്കാതെ ഖുർആൻ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞെടുത്ത് ഞങ്ങളെ നാടൻ മലയാളത്തിൽ പറയലുണ്ട് മുറുക്കി പിടിക്കണം. അവിടെ ഇപ്പോയത് ഈ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞത് മുറുക്കി പിടിക്കാന്നായതിനാ അവിടെ പ്രശ്നം. ഇവര് ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് അതിലേക്ക് കണ്ണും കൽബും കാതും കൊടുത്തുകൊണ്ട് ചിന്തിക്കണം. എന്നാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഖുർആനിൽ തന്നെ ഉണ്ട്. ഇത് ഖുർആൻ മുറുക്കി പിടിച്ചിട്ടാണ് പ്രശ്നം. പിന്നെ അതിന്റെ ഉള്ളിലൊന്നും കാണൂലല്ലോ. ഖുർആൻ പറയാ قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. അല്ലാഹു തആല പറയാ സൂറത്ത് ആലി ഇംറാൻ 13-ാമത്തെ ആയത്താ. ആലി ഇംറാന്റെ തുടക്കം തന്നെയാണ് അർത്ഥം. 13-ാമത്തെ ആയത്ത് എന്നറിയോ? ഖദ് കാന ലക്കും, സത്യവിശ്വാസികളെ അല്ലെങ്കിൽ ബുദ്ധിജീവികളെ, മനുഷ്യലോകമേ, നിങ്ങൾക്കുണ്ട് ആയത്തും ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾക്ക് മനുഷ്യ ബുദ്ധിജീവികളാവുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഫീ ഫിഅതൈൻ ഇൽതഖതാ, പരസ്പരം ഏറ്റുമുട്ടിയ 2 സൈന്യങ്ങളിൽ. ഏതാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലുള്ള 313 അസ്ഹാബുൽ ബദരീങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള 950ഓളം അല്ലെങ്കിൽ 950 അധികം വരുന്ന മുശ്രിക്ക് സൈന്യവും. ഇതാണ് 2 സൈന്യങ്ങൾ. അവരിൽ ദൃഷ്ടാന്തമുണ്ട്. എന്താ? ഫിയത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു സൈന്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ദീനിന്റെ മാർഗത്തിലാണ് അവർ ജിഹാദ് ചെയ്യുന്നത്. വഖറാ കാഫിറത്തുൻ, മറ്റേ സൈന്യം അല്ലാഹുവിനെയും പരിശുദ്ധ ദീനിനെയും നിഷേധിച്ചു സത്യനിഷേധികളുടെ സൈന്യവുമാണ്. ഈ 2 സൈന്യങ്ങൾ ഏറ്റുമുട്ടിയതിൽ ലോകത്തിന് ബുദ്ധിജീവികൾക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്താ ദൃഷ്ടാന്തം അറിയോ? യറൗനഹും, ഈ കാഫറായ സൈന്യം മുഅ്മിനുകളുടെ സൈന്യത്തെ കാണുന്നു. മിസ്ലൈഹിം, അവരുടെ ഇരട്ടിയായിട്ട്. എങ്ങനെ തോന്നല്ല, റഅയൽ, എന്ത് കൃത്യമായിട്ട് അല്ലാഹു തആല പറയുന്നത്. റഅയൽ, കണ്ണുകൊണ്ടുള്ള നേരെ കാഴ്ച, ഊഹല്ല, അനുമാനല്ല, കണക്കുകൂട്ടലല്ല, കൃത്യമായി റഅയൽ, കണ്ണുകൊണ്ട് നോക്കിയിട്ട് കണ്ടിട്ട് അവരുടെ നേരേരട്ടി. വെറും 313 313 ആകണ്ട, അതിൽ 8 ആള് പുറത്താ. ഈ 8 ആള് പുറത്തഞ്ഞ് മുഴുവൻ ഉണ്ടെന്നുണ്ടോ ചോളിങ്ങള് 313. ഈ 313 950 ഉള്ളവരുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ചുരുങ്ങി 2000 വേണ്ടേ, അല്ലെങ്കിൽ 1900 വേണ്ടേ? 300 ആള് 1900 ആയിട്ട് കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ആള്. അപ്പൊ പിന്നെ ഒരു കേസ്, മലക്കുകൾ ഇറങ്ങിയിട്ടില്ല, മലക്കുകൾ ഇവരിടി കൂട്ടിയിട്ട്. മലക്കുകളെ സംബന്ധിച്ചുള്ള വിഷയമേ ഖുർആൻ അവിടെ പരാമർശിച്ചിട്ടില്ല. മലക്കുകൾ ഇറങ്ങുന്നത് പിന്നീട് ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. അതിനെ സംബന്ധിച്ച് പിന്നീട് പരാമർശം വരുന്നുണ്ട്. അതിന്റെ മുമ്പ് യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 2 കൂട്ടർക്കും കുറേശ്ശെ ായത്ത് പറഞ്ഞു. മുഅ്മിനീങ്ങൾക്ക് വളരെ കുറവായിട്ടാ കാഫിരീങ്ങളെ തോന്നിയത്. എന്നിട്ട് ഒരു സ്വഹാബി മറ്റേ സ്വഹാബിയോട് ചോദിക്കുകയാണ്, ഏതാണ്ട് ഒരു 250 ആള് വരില്ലേ? അവര് ഇവിടെ നോക്കുമ്പോ 950 ആളുണ്ട്. ഇവിടുന്ന് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഒരു 250 ആളുണ്ടാവൂലേ? മറ്റേ ആള് പറഞ്ഞു, അല്ലടാ, ഒരു 300-350 ആളുണ്ട് എന്നാ തോന്നുന്നത്. ഇവിടെ എത്ര ഉണ്ട്? മറ്റൊരു നോക്കിയപ്പോ അപ്പൊ ഒറിജിനൽ കണ്ടു.
ഓര് പറഞ്ഞു ഒരു 3 ഒട്ടകത്തെ അർത്ഥ ഭക്ഷിക്കാനുള്ള ആളേ ഉള്ളൂ.